നമ്മുടെ മന്ത്രിസഭാ യോഗങ്ങൾ നടക്കുമ്പോഴേ അവിടുത്തെ ചർച്ചകള് തീരുമാനങ്ങള് എല്ലാം അവരുടെ മുമ്പിൽ വരുന്ന അജണ്ട പേപ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ്. അത് ഫയലായിട്ട് തലേ ദിവസം തന്നെ എല്ലാ മന്ത്രിമാർക്കും എത്തിച്ചു കൊടുക്കും. അതിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഉണ്ടാവും. അതിൽ അനുകൂലമായും പ്രതികൂലമായുമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഏറ്റവും അവസാനം തീരുമാനമെടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞ് എന്ത് തീരുമാനമാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു കുറിപ്പും ഏറ്റവും അവസാനം ഉണ്ടാവും. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് സാധാരണഗതിയിൽ മന്ത്രിസഭാ യോഗങ്ങളിലെ തീരുമാനങ്ങളും അതിനുമുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നത്. ചിലപ്പോൾ അടിയന്തര വിഷയങ്ങളുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അത് ഔട്ട് ഓഫ് അജണ്ട എന്ന് പറഞ്ഞിട്ട് അജണ്ടയിൽ ചേർക്കാതെ തന്നെ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അത് വളരെ പെട്ടെന്ന് അടിയന്തരമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളിന് മേലുള്ള തീരുമാനമാണ്. അങ്ങനെയാണ് അതിന്റെ ഒരു നടപ്പ്. കാര്യങ്ങൾ പോകുന്നത് ആ വഴിക്ക. ഏറ്റവും അവസാനം നടന്ന മന്ത്രിസഭാ യോഗത്തില് ഒരു പ്രധാനപ്പെട്ട ഫയല് ഈ അജണ്ട പേപ്പേഴ്സിനൊപ്പം മന്ത്രിമാരുടെ പരിഗണനയ്ക്കായിട്ട് വന്നു. സത്യം പറഞ്ഞാൽ ചർച്ച പോലും നടക്കാതെ, ഒന്നും പറയേണ്ട, ആലോചിക്കേണ്ട, അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒന്നും സംസാരിക്കേണ്ട കാര്യമില്ല, അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് തീരുമാനം എടുക്കാവുന്ന കാര്യമാണ്. പറഞ്ഞല്ലോ, ഉടനടി. പക്ഷെ എല്ലാ മന്ത്രിമാർക്കും ആ ഫയലെ തൊട്ടപ്പോഴ് കൈ അങ്ങ് വല്ലാതെ പൊള്ളുക, അങ്ങോട്ട് തീരുമാനിക്കാൻ പറ്റുന്നില്ല. പറഞ്ഞല്ലോ, ചർച്ചയില്ലാതെ തീരുമാനിക്കേണ്ട കാര്യമാണ്, അത്രയ്ക്ക് സന്തോഷകരമായ കാര്യമാണ്. പക്ഷെ അങ്ങോട്ട് തൊടാൻ പേടി. അപ്പൊ മുഖ്യമന്ത്രി ഒരു സജഷൻ അങ്ങ് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫയലിലെ വിഷയം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാം. UDF കക്ഷികൾ, കോൺഗ്രസ്, ലീഗ്, കേരള കോൺഗ്രസ്, ഇനി BJP ഉണ്ടാവും, നമുക്ക് അറിഞ്ഞുകൂടാ. പണ്ടൊക്കെ CPM എടുക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ. നിയമസഭയിലെ പ്രാതിനിധ്യമുള്ള പാർട്ടികളുമായിട്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യത്തുള്ളൂ. BJP ഒഴിവാക്കാൻ വേണ്ടി പണ്ടെടുത്തിരുന്ന ഒരടവാ. ഈ വിഷയത്തിൽ അത് ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നമുക്കറിയത്തില്ല. ഈ BJPയും കൂടെ ചിലപ്പോൾ വിശ്വാസത്തിലെടുത്തേക്കും. 10-15% വോട്ട് തെരഞ്ഞെടുപ്പുകളിലൊക്കെ കിട്ടുന്ന ഒരു പാർട്ടിയാണല്ലോ. അടുത്തവണയാണെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കുമെന്നാണ് അവർ പറയുന്നത്. അത്തരത്തിലൊരു പാർട്ടിയെ വിട്ടൊരു കളിക്ക് CPM നിൽക്കുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് മാത്രമല്ല, ഇപ്പം ഇവിടുത്തെ CPM-ഉം കേന്ദ്രത്തിൽ BJP ഒക്കെ തമ്മിൽ എന്തൊക്കെയോ ചില അന്തർധാരകളുണ്ടെന്നൊക്കെ ആളുകൾ പറയുന്നുമുണ്ട്. അതവിടെ കിടക്കട്ടെ, നമ്മുടെ വിഷയമേ അല്ല. അപ്പോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി കൂടി ആലോചിച്ച് തീരുമാനിക്കാവുന്നു. ശരിടാ, നമ്മുടെ ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ്, UDF ആയിക്കോട്ടെ LDF ആയിക്കോട്ടെ, മന്ത്രിസഭാ യോഗത്തിന്റെ മുമ്പിൽ വരുന്ന ഒരു വിഷയം അത് പ്രതിപക്ഷത്തിരിക്കുന്നാലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളോട് ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞൊരു ചരിത്രം കേട്ടിട്ടുണ്ടോ? പിന്നെന്തിനാ ഇവർക്ക് ഭൂരിപക്ഷം കൊടുത്ത് ഇവരെ മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കി ഇവരെ ഭരിക്കാൻ അനുവദിച്ചിരിക്കുന്നത്? അവരല്ലയോ തീരുമാനമെടുക്കേണ്ടത്? ഇതുവരെ ചരിത്രത്തിലില്ലാത്ത ഒരു സംഭവം ഉണ്ടായിരിക്കുക. മറ്റു കക്ഷികളുടെയും കൂടെ അഭിപ്രായം ആരാഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാവുന്നത് മന്ത്രിസഭാ യോഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് എന്താ വിഷയം എന്നറിയണമല്ലോ. ചേട്ടാ, ഇത്രയ്ക്ക് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും മേല എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു വിഷയം നമുക്ക് തീരുമാനിക്കണം, അനുകൂലമായിട്ട് തീരുമാനിക്കണം, പക്ഷെ ചെയ്യാനുള്ള ധൈര്യവുമില്ല. അപ്പൊ ആ വിഷയം എന്താണെന്ന് അറിയണമല്ലോ. സിമ്പിളാ, കൊച്ചു കാര്യമാണ്. നമ്മുടെ MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം, പ്രതിഫലം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഫയലാ ഇങ്ങനെ ഇട്ട് തട്ടിക്കളിക്കുന്നത്. ഈ ഫയൽ അടുത്ത കാലത്തൊന്നും വന്നതൊന്നുമല്ല. കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു പരാതിയുണ്ട്. MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം പോരാ. ചേട്ടാ, അവര് നമ്മളെ ഏതൊക്കെ രീതിയിൽ സേവിക്കുന്ന ആളുകളാ. ഒന്ന് ആലോചിക്കുക. നമ്മുടെ MLA-യുടെ ഒരു കാര്യം തന്നെ നമുക്ക് വെള്ളം മുടങ്ങിയാൽ അവരെ വേണം, വൈദ്യുതിക്ക് എന്തെങ്കിലും തകരാറ് വന്നാൽ അവരെ വേണം. നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മുടെ MLA ഉണ്ടല്ലോന്നേ. കല്യാണത്തിന് വരും, അതുപോലെ തന്നെ മരിച്ച ചാവടി യന്ത്രത്തിന് വരും, സഞ്ചയനത്തിന് വരും, മാമോദിസയ്ക്ക് വിളിച്ചാൽ വരും, ഇഫ്താർ പാർട്ടിക്ക് ക്ഷണിച്ചാൽ അവിടെയും ഉണ്ടാവും. ഇങ്ങനെ നമ്മുടെ കൂടെ നമ്മുടെ സമസ്ത വിഷയങ്ങളിലും എല്ലാ വികസന കാര്യങ്ങളിലും നമ്മോടൊപ്പം നിൽക്കുന്ന ഒരു ആളാണ് നമ്മുടെ ജനപ്രതിനിധി എന്ന് പറയുന്നത്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് നിൽക്കുന്നവരാ. അത് മാത്രമല്ല, കുടുംബജീവിതം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വ്യക്തി ജീവിതത്തിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ നമുക്ക് വേണ്ടി സമർപ്പിച്ചവരാ. അതാത് മണ്ഡലത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി രാഷ്ട്രീയ, മതപരമായ, വർഗീയമായ എല്ലാ വ്യത്യാസങ്ങൾക്കും അതീതമായിട്ട് നമുക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ആളുകളാ ഈ MLA-മാര്. പിന്നെ മന്ത്രിമാരുടെ കാര്യം പറയണോ? നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരല്ലോ ചെയ്തു തരുന്നത്. വിലക്കയറ്റം ഒഴിവാക്കി തരും, നല്ല ഒന്നാന്തരം പോലീസിന് സേവനം അവർ നമുക്ക് നൽകും. പോലീസ് എങ്ങനെയാണ് ജനമൈത്രി പോലീസ്, ജനങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന പോലീസാ.
റോഡ് നിൽക്കുന്നവന്മാരെയൊക്കെ പിടിച്ചോണ്ട് പോകും, ലോക്കപ്പിലിട്ട് ഇടിക്കും, കുനിച്ചു നിർത്തി ഇടിക്കും, കർണപുടം അടിച്ചു തകർക്കും, ചെവിക്കല്ലടിച്ച് പൊളിച്ചു കളയും. എന്നിട്ട് അതിന് CCTV ദൃശ്യം ചോദിച്ചാല് ആവാസം പറയുകയും ചെയ്യും. അങ്ങനത്തെ ഉള്ള ജനമൈത്രി പോലീസ്. പിന്നെ ആരോഗ്യ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. നമ്മുടെ ആശുപത്രികള് ഇപ്പൊ ശസ്ത്രക്രിയ നടക്കുമ്പോൾ അതിനകത്ത് ചിലപ്പോ കത്രിക, വേറെ ശസ്ത്രക്രിയക്ക് ഉപയോഗിച്ച ഉപകരണങ്ങള്, അങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു ആരോഗ്യ വകുപ്പ് നമുക്കുണ്ട്. ധനകാര്യ വകുപ്പിന്റെ കാര്യം പറയണോ? കട്ടമാണെന്നേ. മുടിഞ്ഞ് മുണ്ടക്കോലെടുത്ത് നിൽക്കുക ഈ സ്റ്റേറ്റ്. വിലക്കയറ്റം. ഈ ഓണം അങ്ങോട്ട് കഴിഞ്ഞു. ഈ ഓണത്തിന് നമ്മൾ സാധാരണക്കാരന്മാരെ കടം വാങ്ങിച്ച കാശുണ്ടല്ലോ, ഓണം ആഘോഷിക്കാൻ, സദ്യ ഉണ്ടാക്കാൻ, ഓണക്കോടി വാങ്ങിക്കാൻ, പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ, അതിനൊക്കെ വേണ്ടി കടം വാങ്ങിച്ച തുക ഇനി കൊടുത്തു തീർക്കാൻ ഒരു വർഷം മാടിനെ പോലെ പണിയെടുത്താലേ പറ്റത്തുള്ളൂ. പിന്നെ നമ്മുടെ PWD റോഡുകളുടെ ഒന്നും കാര്യം പറയണ്ട. പല റോഡുകളും പൊളിഞ്ഞു, ഭൂമിയിലോട്ടങ്ങ് അമർന്നു പോയെന്നാ പറയുന്നത്. പക്ഷെ അതൊന്നും സ്റ്റേറ്റ് PWD അല്ല കേട്ടോ, അതൊക്കെ ദേശീയ PWDയുടെയാ, നാഷണൽ ഹൈവേയുടെയാ. നമ്മളത് നമ്മുടേതാണെന്ന് പറഞ്ഞ് നടന്നതാ. പക്ഷെ റോഡ് പൊളിഞ്ഞിടിഞ്ഞ് താഴോട്ട് പോയപ്പം നമ്മൾ തള്ളി പറഞ്ഞു, നമ്മുടെ അല്ല, നാഷണൽ ഹൈവേയുടെയാ. അങ്ങനെ നമ്മളെ ഓരോ മേഖലയിലും ഓരോ ദിവസവും സേവിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാര്, MLA മാര്, അവരുടെ കാര്യത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണ്ടായോ? നമ്മൾ ഈ സർക്കാർ ജീവനക്കാരെയൊക്കെ തീറ്റിപ്പോറ്റുന്നുണ്ടല്ലോ, അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ആളുകൾ, MLA മാര്, മന്ത്രിമാര് നമുക്ക് മറക്കാൻ പറ്റുമോ? അപ്പൊ അവർക്ക് ശമ്പളം പോരാന്നൊരു പരാതി നേരത്തെ ഉള്ളതാ. അവര് തന്നെ പറഞ്ഞതാ, ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുന്നില്ലെന്ന്. മനസ്സിലായില്ലേ? ഒരു മന്ത്രിക്ക് 97,429 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ഈ ബാറ്റയുടെ ചെരുപ്പിന് വിലയിടുന്ന പോലെ 1,00,000 അങ്ങോട്ട് തികച്ചിട്ടില്ല, അതിന് തൊട്ട് താഴെ നിൽക്കും. പിന്നെ കൂടാതെ ധാരാളം അലവൻസ് ഉണ്ട്, TA ഉണ്ട്, DA ഉണ്ട്, മറ്റു പല പല കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. MLA കിട്ടുന്നതോ 70,000 രൂപ ശമ്പളം. നമുക്ക് വിചാരിക്കും വലിയ തുകയാണെന്ന്. ഒരു MLA ഇത് വല്ലതും വലിയ തുകയാണ്. ഇതുകൂടാതെ ഈ പറഞ്ഞ പോലെ TNDA ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പലിശയില്ലാതെ 10 ലക്ഷം രൂപ കിട്ടും കാർ വാങ്ങിക്കാൻ. ഇന്നോവ കാർ ഇല്ലാത്ത ഒരു MLA നിങ്ങളേതെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ വല്ലപ്പോഴേക്ക് നിയമസഭയിലൊക്കെ പോയി നിൽക്കുന്നതാ. 3-4 പേര് കാണും, അല്ലെങ്കിൽ 4-5 പേര് കാണും. ബാക്കിയുള്ളവരൊക്കെ ഇന്നോവയിലാണ് വരുന്നത്. കാര്യം എന്തുവാ? പലിശയില്ലാതെ 10 ലക്ഷം രൂപ കിട്ടുന്നത്. നമുക്കൊക്കെ ഒരു കാർ വാങ്ങിക്കാൻ ആഗ്രഹം കാണും, ലോൺ എടുക്കുക, അതിന്റെ അടവടച്ചു തീർക്കുകയും ചെയ്യാം. പക്ഷെ ഈ മുടിഞ്ഞ പലിശയാ, അതുകൊണ്ടാണ് നമ്മളതിന് പോകാത്തത്. ഇവിടെ പലിശ ഇല്ലാതെ കിട്ടുന്നത് 10 ലക്ഷം രൂപ. പിന്നെ ഇന്നോവ കാർ വാങ്ങിക്കുന്നതിന് എന്തുവാ? പിന്നെ TADA, പെട്രോൾ അലവൻസ്, ഇതെല്ലാം കിട്ടും. വീട് വെക്കണോ? ചെറിയൊരു പലിശയ്ക്ക് 20 ലക്ഷം രൂപ കിട്ടും. പിന്നെ എങ്ങനെയെങ്കിലും ഒരു 8-10 ലക്ഷം രൂപ ഉണ്ടാക്കിയാൽ നല്ല മനോഹരമായിട്ടൊരു വീട് ഉണ്ടാക്കാം. നമ്മളെ സേവിക്കുന്നതിന് ഇങ്ങനെ അല്ലറ കാര്യങ്ങളൊക്കെ MLA മാർക്കും മന്ത്രിമാർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ പോരാ, അങ്ങനെ അവർക്ക് കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ, പ്രജകൾ ജീവിക്കുന്ന ഒരു നിലവാരത്തിലും സ്റ്റാൻഡേർഡിലും ഒക്കെ വേണ്ടേ MLA മാരും മന്ത്രിമാരും ഒക്കെ കഴിയാൻ? അപ്പൊ ആവശ്യം നേരത്തെ ഉള്ളതാ. അന്നൊരു കമ്മീഷനെ വെച്ചിരുന്നു, ജസ്റ്റിസ് CN രാമയ്യൻ നായർ കമ്മീഷൻ, 7-അംഗ കമ്മീഷനായിരുന്നു. അദ്ദേഹം 2023 ശുപാർശ കൊടുത്തതാ. അദ്ദേഹം പറഞ്ഞത് ശമ്പളം കൂട്ടി കൊടുക്കണമെന്നാണ്. നമുക്ക് ഇവിടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. നമ്മുടെ MLA-ക്കും മന്ത്രിക്കും ഒക്കെ 4 ഏക്കറും കൂടുതൽ കിട്ടുന്നത് നമുക്ക് സന്തോഷമല്ല ഉണ്ടോ? ചെല്ലുമ്പോൾ ഒരു ചായ നമുക്ക് കിട്ടുമല്ലോ. രാവിലെ എന്തെങ്കിലും പരാതിയുമായിട്ട് ചെല്ലുമ്പോൾ, ആവശ്യമായിട്ടൊക്കെ ചെല്ലുമ്പോഴേ ഒരു ചായ നമുക്ക് കിട്ടണമെങ്കിൽ അവർക്കും മോശമല്ലാത്തൊരു ശമ്പളം കിട്ടണം. അങ്ങനെ രാമേന്ദ്ര നായർ കമ്മീഷൻ ശുപാർശ ചെയ്തു കൂട്ടിക്കൊടുക്കാൻ 35% വർധനവ്. മോശമല്ല, 100 രൂപയ്ക്ക് 35 രൂപ വർധനമൊട്ടും കുറവല്ല കേട്ടോ. അത് വെച്ച് കണക്കാക്കുമ്പോൾ ഏതാണ്ട് ഒരു മന്ത്രിക്ക് 1.2 ലക്ഷം രൂപ വരെ വരും. ഒരു MLA-ക്ക് 1 ലക്ഷം രൂപ വരെ ശമ്പളം വർദ്ധിപ്പിച്ചു കിട്ടുകയും ചെയ്യും. പിന്നെ വേറെ TA-യും DA-യും ഒക്കെ അത് ചിലപ്പോൾ കൂട്ടുമായിരിക്കും. ഇതനുസരിച്ചിട്ട് 35% കൂട്ടിയാണ്ടല്ലോ കുശാല. MLA-ക്കും മന്ത്രിക്കും കുശാല. എന്നാലും അവര് നമുക്ക് തരുന്ന സേവനത്തിനൊപ്പം വരുമോ എന്ന് ചോദിച്ചാല് ചെറിയ ഒരു ഡൗട്ടുണ്ട്, ചിന്ന ഡൗട്ടുണ്ട്. ഈ MLA-മാർക്കും MLA-മാരായിട്ടാണല്ലോ മന്ത്രിമാരാകുന്നത്, അവർക്കും കിട്ടുന്ന ഈ അലവൻസിനെ പറ്റി വായിച്ചപ്പോഴേ നമുക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്, പുസ്തകം വാങ്ങാൻ ഒരു വർഷം 15,000 രൂപ കിട്ടുമെന്ന്. നമ്മുടെ MLA-മാരിൽ എത്ര പേര് പുസ്തകം വായിക്കുന്നവരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് രാവിലെ ഒരു 7 മണിക്ക് എഴുന്നേറ്റാ പിന്നെ രാത്രി 11-12 കിടക്കുന്നവരെ ഒരു സമയം ഒരു 5 മിനിറ്റ് വായിക്കാൻ പോയിട്ട് അവരുടെ അത്യാവശ്യം കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും കിട്ടാത്ത ആളുകൾ അത്രയ്ക്ക് തിരക്കാ. നമ്മളെ സേവിച്ച് അവരുടെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഇതിനിടയ്ക്ക് എവിടുന്ന ഈ പുസ്തകം വായിക്കാൻ സമയം എന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. 15,000 രൂപ
ആ വൈക്കും കിട്ടും. അപ്പൊ അതൊക്കെയാണ് കൂട്ടിക്കൊടുക്കണമെന്ന് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. 2018 ഏറ്റവും അവസാനം ഈ MLA-മാരുടെയും മന്ത്രിമാരുടെയൊക്കെ ശമ്പളം വർദ്ധിപ്പിച്ചത്. അന്ന് മന്ത്രിമാരുടെ ശമ്പളം 55,012 രൂപയായിരുന്നു. അതാണ് പിന്നീട് ഞാൻ ഈ പറഞ്ഞ ആ 1,00,000 തൊട്ട് താഴെയുള്ള ഒരു തുകയിലേക്ക് വർദ്ധിപ്പിച്ചത്. അതുപോലെ MLA-മാർക്ക് 39,500 രൂപ ശമ്പളം കിട്ടിയിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ 70,000 രൂപ കിട്ടുന്നത്. അതാണ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. 2018 മുമ്പ് 2012 ഇവരുടെ ശമ്പളം കൂട്ടിക്കൊടുത്തത്. അപ്പൊ നോക്കുമ്പോഴേ ഏതാണ്ട് 6 വർഷം കൂടുമ്പം MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയാണ് കേരളത്തിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞത് 2018, 19, 20, 21, 22, 23, 24, 25, ഇപ്പൊ 2025 7 വർഷമായി. തീർച്ചയായിട്ടും അവരുടെ ശമ്പള വർധനവിനുള്ള ഒരു സമയമായി. അത് പക്ഷെ ഇപ്പോഴേ അങ്ങോട്ട് തീരുമാനിക്കാൻ കുറച്ചൊരു പ്രയാസമാണ്. അത് നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോഴാ. പക്ഷെ അതിന്മേൽ അങ്ങോട്ട് തൊടാനേ, അങ്ങോട്ട് തീരുമാനിക്കാൻ ഒരു ചെറിയ അസ്കിതയാ, പ്രശ്നമാ, ഒരു തടസ്സം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റിന്റെ കടം ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും പെരുകി 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 വരിക. സാധാരണ പണ്ടത്തെ മന്ത്രിസഭകളും സർക്കാരുകളും ഒക്കെ കടമെടുക്കുന്നത് പോലെ അല്ലാതെ, അതുകൂടാതെ ഈ ലണ്ടൻ എക്സ്ചേഞ്ച് ഇപ്പൊ ഈ മണിയടിച്ച് നമ്മൾ കിബിക്ക് വേണ്ടി കുറെ കോടാനുകോടികൾ കടം വാങ്ങിച്ചിട്ടുണ്ട്. 9.5% പലിശ. അതൊക്കെ കൊടുത്തു തീർക്കണ്ടായോ? പിന്നെ ഓരോ ദിവസം ഇങ്ങനെ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ എത്രയെത്ര ജനോപകാരപ്രദങ്ങളായ നടപടികളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നവകേരള യാത്ര, ലോക കേരള സഭ, അങ്ങനെ എത്രയെത്ര നല്ല പരിപാടികൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ഒരു ഓണസദ്യ കൊടുത്തു. സത്യം പറഞ്ഞാൽ നല്ല കാര്യമാണ്. മുഖ്യമന്ത്രി ആകുമ്പോൾ അത്തരത്തിലുള്ള ചില പബ്ലിക് റിലേഷൻസ് ഒക്കെ നടത്തണം. എത്ര പേരാ വന്ന് പങ്കെടുത്തത്, ഏതേത് മേഖലകളിലുള്ളതാ. നമ്മളതിന്റെ വിഷ്വൽസ് കണ്ടപ്പോൾ നമ്മൾ അറിയാത്തവര് പോലും ഉണ്ട്. ഇവർക്കൊക്കെ മുഖ്യമന്ത്രി ഇങ്ങനെ സദ്യ കൊടുക്കുക നല്ല നല്ല കാര്യങ്ങളാ. ഇതിനൊക്കെ പക്ഷെ പണം വേണം. ഇങ്ങനെ കടം കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പറഞ്ഞാൽ വിലക്കയറ്റത്തിന്റെ കാര്യം, ഇപ്പോഴത്തെ ജനങ്ങൾ വിലയൊന്നും കൂടിയാൽ പിന്നെ സർക്കാരിനെ പഴിക്കാനൊന്നും പോകത്തില്ല. എന്തേലും ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിക്കും. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം. അപ്പൊ എവിടുന്നെങ്കിലും കടം വാങ്ങിച്ച് ഓണമാണേലും ക്രിസ്മസ് ആണേലും പെരുന്നാളാണേലും ആഘോഷിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ കടം തീർക്കാൻ നമ്മൾ സഹിക്കുന്ന പെടാപ്പാടുകൾ. ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ. അന്നേരം ഈ മന്ത്രിമാർക്കും MLA-മാർക്കും ശമ്പളം കൂട്ടിക്കൊടുത്തിട്ട് അങ്ങോട്ട് ചെന്നാല് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നൊരു പേടിയുണ്ട്. വേറൊരു ചിത്രം ഒന്ന് ആലോചിച്ച് നോക്കി. മന്ത്രിസഭായോഗം കൂടുന്നു, 35% വീതം അവരുടെ ശമ്പളവും അലവൻസുകളും വർദ്ധിപ്പിക്കാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ഇന്നോവ കാറെ കയറി പുറത്തോട്ട് ഇറക്കുമ്പോൾ നമ്മൾ എന്തുവാ കാണുന്നത്? പാവപ്പെട്ട ആശാ വർക്കർമാര് അവർ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലേ 3000 രൂപയുടെ ശമ്പള വർധനവിന് വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുക. 200 ദിവസമായി. മഴയെന്നോ വെയിലെന്നോ ഓണമെന്നോ സംക്രാന്തി എന്നോ ക്രിസ്മസ് എന്നോ പെരുന്നാളെന്നോ ഒരു വ്യത്യാസവും കൂടാതെ ഈ പാവത്തങ്ങൾ അവിടെ കിടക്കുക ഷെഡും കെട്ടി. എത്ര കാലമായി? 7000 രൂപ ഓണറോറിയം, അതൊന്ന് 10,000 ആക്കി തരണം. അതാണ് അവരുടെ ഡിമാൻഡ്. അവരുടെ മുമ്പിലോട്ടെങ്ങാനും ഈ തീരുമാനം എടുത്തിട്ട് ഈ മന്ത്രിമാർ ചെന്ന് ഇറങ്ങുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരുണ്ടല്ലോ, അതിന്റെ ചൂടിന് ഇവരൊക്കെ വെന്തുപോകും. ഇവിടേക്ക് ഇന്നോവക്കാരൊക്കെ ഉണ്ടല്ലോ പറന്നു പോവും. അത് ഇവർക്ക് നല്ലപോലെ അറിയാം. ആ പാവത്തങ്ങളെ മറന്നിട്ട് അവര് ഇത്തവണ എവിടെ ഓണസദ്യ കൊണ്ടത്? ഈ സെക്രട്ടേറിയറ്റ് മുമ്പിലെ റോഡ് സൈഡില് ഉമ്മൻചാണ്ടിയുടെ സ്മാരകമായിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റി അവർക്ക് ഓണക്കോടിയും ഓണസദ്യയും ഒക്കെ കൊടുത്തത്. ഇതെപ്പോഴായിരുന്നു? നിയമസഭയിലെ മെമ്പേഴ്സ് ലോഞ്ചില്, ശങ്കരനാരായണൻ തമ്പി സ്മാരക മെമ്പേഴ്സ് ലോഞ്ചില് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാട്ടുകാരെ മുഴുവൻ വിളിച്ച് നടത്തിയ ഓണസദ്യ നടക്കുമ്പോ അവർക്ക് സദ്യ വിളമ്പുമ്പോ ഈ പാവപ്പെട്ട സ്ത്രീകള്, ആശാ വർക്കർമാര്, അവര് സെക്രട്ടേറിയറ്റ് പഠിക്കല് ആ വെയിലത്ത് പൊടിയും മണ്ണുമൊക്കെ ഏറ്റ് ഒരു സ്വകാര്യ സംഘടന വിളമ്പിയ ഓണസദ്യ ഉണ്ണുകയായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് ഈ MLA-മാരുടെയും മന്ത്രിമാരുടെയൊക്കെ ശമ്പളം കൂട്ടിക്കൂട്ടി ചെന്നാല് ശകലം പോവും. ഇപ്പൊ ഈ തീരുമാനം മാറ്റിവെച്ചിട്ടേ ഉള്ളൂ എന്ന് നമുക്കൊന്നുമായിട്ട് മനസ്സിലാവും. നമ്മളാരും അത്ര പോട്ടന്മാരൊന്നും അല്ല. നിങ്ങളത് നടത്തിയെടുക്കും എന്നും ഞങ്ങൾക്കറിയാം. 1958 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരിക്കുമ്പോഴാണ് MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം ആദ്യമായിട്ട് വർദ്ധിപ്പിച്ചത്. അന്നൊരു അടവ് അന്നത്തെ EMS സർക്കാർ എടുത്തു. M. ഉമേഷ് റാവു എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര MLA ഉണ്ടായിരുന്നു. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള മഞ്ചേശ്വരമാണെന്നാണ് ഓർമ്മ.
അവിടെ നിന്നുള്ളൊരു സ്വതന്ത്ര MLA. അദ്ദേഹത്തിന് ഈ പാർട്ടി ബന്ധങ്ങളൊന്നും പ്രശ്നമല്ലല്ലോ. അദ്ദേഹത്തെ കൊണ്ട് ഒരു സ്വകാര്യ ബില്ല് സഭയിൽ അവതരിപ്പിച്ചു. ഈ സ്വകാര്യ ബില്ലെന്ന് പറഞ്ഞാല് നിയമസഭയില് പതിവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ ഒരു വെള്ളിയാഴ്ച സ്വകാര്യ പ്രമേയമാണെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച സ്വകാര്യ ബില്ലായിരിക്കും. പല പല ബില്ലുകൾ അംഗങ്ങൾക്ക് അവരുടേതായ നിലയിൽ കൊണ്ടുവരാം. വലിയ കാര്യമായിട്ടുള്ള ബില്ലുകളൊന്നും വരത്തില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആകെ ഒരേ ഒരു ബില്ലാണ് സ്വകാര്യ ബില്ലായിട്ട് വന്ന് പാസ്സാക്കിയിട്ടുള്ളത്. കുറച്ചൊരു രസകരമായ സമയത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഏർപ്പാടായി ഇതെന്ന് പലപ്പോഴും തോന്നിപ്പോ. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ഈ പ്രസവം എടുക്കുന്ന നാട്ടിൻപുറത്ത് പ്രസവം എടുക്കുന്ന വയറ്റാട്ടിമാർക്ക് അവർക്ക് ക്ഷേമനിധി വേണം, പെൻഷൻ വേണം. അല്ലെങ്കിൽ നഗരത്തിൽ തട്ടുകട നടത്തുന്നവര് അവരുടെ തട്ടിട്ടിരിക്കുന്ന സ്ഥലം അവർക്ക് പതിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള നടക്കാൻ പറ്റാത്ത, പ്രായോഗികമല്ലാത്ത ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഓരോരോ സ്വകാര്യ ബില്ലുകളാണ് സാധാരണ വരുന്നത്. പക്ഷെ ഈ ഉമേഷ് റാവുവിന്റെ ബില്ല് പറഞ്ഞ പോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു സ്വകാര്യ ബില്ല് നിയമമായത് അദ്ദേഹത്തിന്റെ ബില്ലാണ്. അത് MLA-മാർക്കും മന്ത്രിമാർക്കും ശമ്പളം കൂട്ടാനുള്ളതായിരുന്നു. അല്ലെങ്കിൽ സാധാരണ ഈ ബില്ല് അവതരിപ്പിക്കും, 2-3 വെള്ളിയാഴ്ചകൾ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നീട് മന്ത്രി എന്തൊരു ഉറപ്പ് കൊടുക്കും, ഇതിന് സമാനമായ ഒരു ബില്ല് ഗവൺമെന്റ് കൊണ്ടുവരാം എന്നൊക്കെ പറയും. അത് കേട്ട് ഈ MLA-മാര് ഈ ബില്ലും പിൻവലിച്ചുകൊണ്ട് പോകും. അതാണ് അതിന്റെ ഒരു രീതി. പക്ഷെ ഉമേഷ് റാവു അദ്ദേഹത്തെ കൊണ്ടൊരു ബില്ല് ശമ്പള വർധനവിന് വേണ്ടി കൊണ്ടുവന്ന് അത് പാസ്സാക്കിയാണ് ആദ്യം MLA-മാരുടെയും മന്ത്രിമാരുടെയും ശമ്പളം വർദ്ധിപ്പിച്ചത്. അതുപോലെ ഇപ്പോൾ ആ പേടിയൊന്നുമില്ല. ഒരല്പം കൂടെ സമയം കഴിയുമ്പോഴത്തേക്ക് എന്താണ് ഈ ഗവൺമെന്റ് പോകുന്നതിന് അത് ചെയ്യും എന്ന് നമുക്കറിയാം, ഉറപ്പാ, ചെയ്തിരിക്കും. അതിനാണല്ലോ ഈ കമ്മീഷനെ വെച്ചതും ആ റിപ്പോർട്ട് വാങ്ങിച്ച് വെച്ചിരിക്കുന്നതും കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ അത് ഫയലില് ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നതും ഒക്കെ അതിനാണല്ലോ. ഈ രാഷ്ട്രീയ പാർട്ടിയോടൊന്നും അഭിപ്രായം പറയാൻ പോകുന്നില്ല. കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും കേരള കോൺഗ്രസ്സുകാർക്കും എല്ലാം ശമ്പളം കൂട്ടിക്കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. നാളെ അവര് മന്ത്രിമാർ അവർക്കും ശമ്പളം കൂട്ടിക്കിട്ടും, അവരുടെ MLA-മാർക്കും കൂടുതൽ ശമ്പളം കിട്ടും. ആർക്കും ഇത് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, അവരാരും വേണ്ടാന്ന് പറയത്തില്ല. സർക്കാർ നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറയും. അവസാനം നിങ്ങൾ ചെയ്യും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പറയവാ, ധൈര്യമായിട്ട് ചെയ്തോ. നിങ്ങൾ ഈ ജനങ്ങളെ ഒന്നും പേടിക്കണ്ട. ഈ പാവപ്പെട്ട ആശാവർക്കർമാർ 200 ദിവസമായിട്ട് അവിടെ കിടക്കുന്നു. അവരെ കൊണ്ട് നിങ്ങൾക്ക് എന്തൊരു ശല്യമുണ്ടോ? കാണുമ്പോൾ ഒരു വിഷമവും സങ്കടവും ഒക്കെ തോന്നുമെന്നല്ലാതെ നമ്മളെപ്പോലുള്ള മനുഷ്യരല്ലേ അവരും എന്നൊക്കെ ചിലപ്പോൾ ചില മന്ത്രിമാരൊക്കെ തോന്നും, MLA-മാരൊക്കെ തോന്നും എന്നല്ലാതെ അവരെ കൊണ്ട് ശല്യമില്ലല്ലോ. അവർ നിങ്ങളുടെ ഓഫീസിലോട്ടൊന്നും ഇടിച്ചു കയറി വരുന്നില്ലല്ലോ. അതുവരെ നിങ്ങൾ സ്വയം ശമ്പളം വർദ്ധിപ്പിച്ച് എഴുതി വാങ്ങിച്ചാലേ നാട്ടുകാരും ഒന്നും പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ പറയാവുന്നത്, ധൈര്യമായിട്ട് വർദ്ധിപ്പിച്ചോ, ശമ്പളം വർദ്ധിപ്പിച്ചോ. പക്ഷെ അവര് കാത്തിരിക്കുക, ഒരു സന്ദർഭത്തിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുക. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 മെയ്യിലോ ഏപ്രിലോ ഒക്കെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അപ്പോ ജനങ്ങള് ഇതിനൊക്കെ മറുപടി പറഞ്ഞോളാം.